നമസ്കാരം, മല്ലൂസ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു പലഹാരമാണ് പഴം നുറുക്കും പപ്പടവും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മല്ലൂസ് കഫേയുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തുടർന്ന് വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പഴനുറുക്കും പപ്പടം തയ്യാറാക്കാനായിട്ട് ഞാൻ നല്ല പഴുത്ത 4 ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ വാലും തലയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയും കൂടെ അങ്ങനെ കട്ട് ചെയ്യുക. ഇരുന്ന 4 പഴത്തിൻ്റെയും 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പഴം പുഴുങ്ങിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ തിളച്ച് ആവി വന്നു തുടങ്ങി. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം വെച്ച് കൊടുക്കാം. പഴമെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പാത്രം ഒന്ന് മൂടി ഒന്ന് മാറ്റി നോക്കാം. പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ വെച്ച് 4 പഴവും നല്ല പോലെ വെന്ത് വന്നു. അപ്പോൾ ഇത് നമുക്കിനിയും അടുപ്പത്തു നിന്ന് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ട ശർക്കരയാണ്. അപ്പോൾ ഉണ്ട ശർക്കര നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഉണ്ട ശർക്കര അലിയിച്ച് കിട്ടും. അപ്പോൾ ഞാനൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തിട്ട് വരാം. ഉണ്ട ശർക്കര ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് കല്ലിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പാനിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളത്തിൽ അരിച്ചെടുത്ത ഉണ്ട ശർക്കര ഒന്ന് അരിച്ച് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ട ശർക്കരയുടെ പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഴമില്ലേ, നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്ന പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത പഴം ഇതേപോലെ ഒരല്പം വീതിയിൽ തന്നെ കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് വയ്ക്കാം. ഞാനിപ്പം വാഴയിലയിലാണ് ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിത് പഴമെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി കുറുകി വന്നിട്ടുണ്ടോ നോക്കാം. നമ്മുടെ പാനിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഞാൻ 2 ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു ശകലം കൂടി ഒന്ന് കുറുകട്ടെ. നമ്മുടെ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പാകത്തിൽ നമുക്കൊന്ന് അതിനെ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടോട് തന്നെ നമ്മുടെ ആവി പറക്കുന്ന പഴം പുഴുങ്ങിയതിനകത്തേക്ക് നല്ല ചൂടുള്ള പാനി, ശർക്കരപ്പാനി നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പഴത്തിൻ്റെ എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പം ഞാൻ പാനിയെല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ളത് നമ്മുടെ പപ്പടമാണ്. കാരണം നമ്മൾ പഴം നുറുക്കും പപ്പടമാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ പപ്പടവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പഴനുറുക്കും പപ്പടവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി വളരെ എളുപ്പമെന്നാണ് നമുക്ക് തയ്യാറാക്കാൻ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്